സിറ്റിയിൽ നിന്നും കുറച്ച് ദൂരത്തിലുള്ള ഒരു മലപ്രദേശത്ത് ഒരു മനോഹരമായ വനമുണ്ടായിരുന്നു. പക്ഷെ ജനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വനം കാണാൻ എത്രത്തോളം മനോഹരമായിരിക്കുന്നോ അത്രത്തോളം ആപത്ത് നിറഞ്ഞതായിരുന്നു അത്. അതിനുള്ളിൽ ധാരാളം ആത്മാക്കൾ അലഞ്ഞു തിരിഞ്ഞു. പിന്നെ ആ കാട്ടിനുള്ളിലേക്ക് ആര് പോയാലും ഇതുവരെ തിരിച്ച് പുറത്തേക്ക് വന്നിട്ടില്ല. അവരുടെ ശവശരീരം പോലും തിരിച്ച് ലഭിച്ചിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നവർ ഒരിക്കലും ആ കാട്ടിലേക്ക് പോകാൻ ധൈര്യം കാണിച്ചില്ല. പക്ഷെ ഈ കാര്യങ്ങളൊന്നും അറിയാത്തവർ എന്തു ചെയ്യും? പാവങ്ങൾ. ഇതുപോലെ ഒന്നും അറിയാത്ത 3 പേർ, ഒരു സ്ത്രീയും 2 പുരുഷന്മാരും, അവർ അതുവഴി പോയി. അപ്പോഴാണ് പെട്ടെന്ന് കാട്ടിനുള്ളിൽ നിന്നും ഒരു സ്ത്രീയുടെ അലറൽ ശബ്ദം കേട്ടത്. രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ, രക്ഷിക്കണേ. അജയ്, കാർ നിർത്ത് പ്ലീസ്, കാർ നിർത്ത്. ആർക്കും നമ്മുടെ സഹായം വേണമെന്ന് തോന്നുന്നു. ഇവിടെ കാട്ടിൽ ഇതുപോലെ വണ്ടി നിർത്തുന്നത് അത്ര നന്നല്ല. എന്താടോ താൻ പേടിച്ചോ? ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി കുറച്ചു നേരം കാത്തിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അതെ അജയ്, ആ പെൺകുട്ടി ഏത് അപകടത്തിലാണാവോ? സവിതയും വരുണും അത്രയും പറഞ്ഞതുകൊണ്ട് അജയ് വണ്ടി നിർത്തി. പിന്നെ ആ 3 പേരും കാട്ടിനുള്ളിലേക്ക് ഓടി. പക്ഷെ അവിടെ ആരെയും കാണാൻ സാധിച്ചില്ല. കണ്ടില്ലേ, ഇവിടെ പെണ്ണുങ്ങൾ ആരുമില്ല. ആവശ്യമില്ലാതെ വണ്ടി നിർത്തി. എടോ, അതുകൊണ്ടെന്താ? നമുക്ക് ഈ കാടിന്റെ പ്രകൃതി ഭംഗി രസിക്കാൻ പറ്റിയില്ലേ? വരുൺ, നീ പറഞ്ഞത് ശരിയാണ്. വാ, കുറച്ചു നേരം കാടിന്റെ ഭംഗി ആസ്വദിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സവിത അവിടെ നിന്നും ഓടി. വളരെ മുന്നിലായിരുന്നു അവൾ. അപ്പോഴാണ് സവിത പൂക്കൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു ഗുഹ കാണുന്നത്. അവൾ അതിനുള്ളിലേക്ക് പോയി. പക്ഷേ ഇത് മരണത്തിന്റെ ഗുഹയാണ്. സവിത അതിനുള്ളിലേക്ക് പോയപ്പോൾ ഒരു അഗാധമായ ഗർത്തത്തിലേക്ക് വീണു. അപ്പോൾ ആ ഗുഹയുടെ വാതിലുകൾ താനെ അടഞ്ഞു. അവിടെയെല്ലാം എല്ലിൻ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. ഇത് കണ്ട് അവൾ ശരിക്കും പേടിച്ചു. സവിതയുടെ മുന്നിൽ ഒരു പിശാച് വന്ന് നിന്നു പറഞ്ഞു, നോക്കിക്കൊള്ളൂ, നന്നായിട്ട് നോക്കിക്കൊള്ളൂ. ഈ എല്ലിൻ കഷ്ണങ്ങളൊക്കെ നീ കണ്ടില്ലേ? ഇതെല്ലാം തന്നെ പുരുഷന്മാരുടെ എല്ലിൻ കഷ്ണങ്ങളാണ്. ഓരോ ദിവസവും ഞാൻ കഴിച്ച മനുഷ്യരുടെ എല്ലുകളാണ്. പിശാചിനെ നേരെ എതിരിൽ കണ്ടതും സവിത ശരിക്കും പേടിച്ചു. അതിനുശേഷം അവൾ പറഞ്ഞു, എന്നെ വിട്ടേക്ക്, എന്നെ തിന്നരുത്. ദൈവത്തെ ഓർത്ത് എന്നെ വിട്ടേക്ക്. പുറത്ത് സുഹൃത്തുക്കൾ എന്നെ കുറിച്ച് വിഷമിക്കുന്നുണ്ടാവും. എന്നെ വിട്ടേക്ക്. നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്നോടൊപ്പം തന്നെ അവരെ ഞാൻ എല്ലിൻ കഷ്ണമാക്കി മാറ്റുന്നതാണ്. വരൂ, ഇപ്പോൾ നമുക്ക് പോകാം. ഇത് പറഞ്ഞുകൊണ്ട് ആ പിശാച് സവിതയുടെ തലയിൽ പിടിച്ച് വെള്ളത്തിനടിയിലുള്ള എല്ലിൻ കൂട്ടങ്ങൾ നിറഞ്ഞ ഒരു ഗുഹയിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വിശപ്പോടുകൂടി മറ്റൊരു പിശാച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവളുടെ ഇറച്ചി വളരെ മൃദുലമാണ്. എന്റെ പരമേശ്വര, ഞാൻ വല്ലാതെ വിശന്നിരിക്കുകയാണ്. എനിക്കിനി കാത്തിരിക്കാൻ സാധിക്കില്ല. ഞാൻ ഇവളെ ആദ്യം കടിച്ചു തിന്നട്ടെ. എന്റെ റാണി, നീ കുറച്ചു സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. ഇവളുടെ സുഹൃത്തുക്കളും ഈ സ്ഥലത്തേക്കൊന്ന് എത്തിക്കോട്ടെ. എനിക്കാവില്ല, എനിക്കിനി സഹിക്കാനാവില്ല. നിങ്ങൾ അവരെ കൊണ്ടുവരുന്നത് വരെ ഞാനിവളെ തിന്നുകൊണ്ടിരിക്കും. എങ്കിൽ ശരി, നീ കഴിച്ചോളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവളെ കുറച്ച് ദയ കാണിച്ചു വേണം ആഹാരമാക്കാൻ. ഇത് പറഞ്ഞുകൊണ്ട് ആ പിശാച് വെള്ളത്തിന്റെ മുകളിലേക്ക് പോയി. അത് പോയതിന് ശേഷം ഇവിടെ നിന്നിരുന്ന പിശാചിന്റെ പല്ലുകൾ പുറത്തേക്ക് വന്നു. എന്നെയും എന്റെ സുഹൃത്തുക്കളെയും വിടൂ, ഞങ്ങളെ തിന്നരുത് പ്ലീസ്. നിങ്ങൾ സമ്മതിച്ചാൽ ഏതെങ്കിലും മൃഗത്തിന്റെ ഇറച്ചി ഇവിടെ കൊണ്ടുവന്ന് തരാം. ഞാൻ മൃഗങ്ങളെ തിന്നുന്ന യക്ഷിയല്ല. മൃഗങ്ങളെ തിന്നുന്നത് നിങ്ങളെ പോലുള്ള മനുഷ്യരാണ്. ഞാൻ മൃഗത്തിന്റെ ഇറച്ചി തിന്നാൽ മനുഷ്യനും ഭൂതത്തിനും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസമുണ്ടാവുക? ഇത് പറഞ്ഞുകൊണ്ട് ആ പിശാച് സവിതയെ കെട്ടിപ്പിടിച്ച് അവളുടെ മാംസം ആഹാരമാക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം സവിതയുടെ എല്ലിൻ കഷ്ണങ്ങൾ ആ കുളത്തിന്റെ മുകളിൽ പൊങ്ങാൻ തുടങ്ങി. അതിനുശേഷം പിശാച് വരുണിന്റെ അടുത്തേക്ക് വന്ന് അവനോട് സവിതയുടെ എല്ലുകൾ കാണിച്ചുകൊണ്ട് പിശാച് പറഞ്ഞു, കണ്ടില്ലേ, ആ പെൺകുട്ടിയുടെ എല്ലുകളാണിത്. ആരെയാണോ നീ അന്വേഷിച്ചു വന്നത് അവളുടെ. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇത് സവിതയുടെ എല്ലുകളല്ല. അത് ശരി, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിക്കാം.
ഇത് പറഞ്ഞുകൊണ്ട് ആ പിശാച് തന്റെ ഇടത് കൈ അടച്ചു പിടിച്ചു. അതിനുശേഷം ആ കൈ തുറന്നു. ആ സമയത്ത് സവിതയുടെ ആത്മാവ് ആ സ്ഥലത്തേക്ക് എത്തി. വരുൺ, നീയും ഈ ഭൂതത്തിന്റെ കയ്യിൽ കുടുങ്ങിയിരിക്കുന്നു. ഇത് നിന്നെയും തിന്നും. നീ ഇവിടെ ഒന്ന് ഓടിക്കോ, ഓടിക്കോ വരുൺ, ഓടിപ്പോ. ഇത് പറഞ്ഞുകൊണ്ട് സവിതയുടെ ആത്മാവ് അവിടെ നിന്നും മറഞ്ഞുപോയി. എന്താ നീ ഇപ്പോൾ കണ്ടോ? ഇപ്പോഴെങ്കിലും ആ എല്ലാ പെൺകുട്ടിയുടേതാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഓ, പക്ഷെ ഈ കുളത്തിൽ മുഴുവൻ എല്ലുകളാണല്ലോ. ഈ എല്ലുകളെല്ലാം ഇവിടെ എങ്ങനെയാ വന്നത്? വിഡ്ഢി, ഈ എല്ലിൻ കഷ്ണങ്ങൾ ഇവിടെ വെറുതെ വന്നതൊന്നുമല്ല. ഇത് നിന്നെ പോലുള്ള ആളുകളുടെ എല്ലിൻ കഷ്ണങ്ങളാണ്. ഓരോ ദിവസവും ഓരോരുത്തരുടെയും മാംസങ്ങളാണ് ഞങ്ങൾ ആഹാരമാക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഞങ്ങൾ എല്ലാവരും ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഹാരം കഴിച്ചിട്ട് എല്ലുകൾ ഈ കുളത്തിലേക്ക് വീശി എറിയും. പക്ഷെ എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ ജീവനോട് ഇവിടുന്ന് വെറുതെ വിടണം. നിന്നെ ജീവനോട് വിടുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്തെടുത്ത് കഴിക്കും? ഇത് പറഞ്ഞുകൊണ്ട് ആ പിശാച് വരുണിനെ വലിച്ച കുളത്തിന്റെ അരികിലേക്ക് കൊണ്ടുപോയി. കുറച്ചു സമയത്തിന് ശേഷം വരുണിന്റെ എല്ലിൻ കഷ്ണങ്ങളും ആ കുളത്തിൽ പൊങ്ങി. അപ്പോൾ അജയ് അവരെ രണ്ടുപേരെയും അന്വേഷിച്ചുകൊണ്ട് അവിടേക്ക് വന്നു. അപ്പോൾ അവിടേക്ക് ഒരു സ്വാമിജിയും എത്തി. മകനെ, എന്താണ് സംഭവിച്ചത്? നീ ഇവിടെ ആരെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഗുരുവേ, എന്റെ 2 കൂട്ടുകാര് ഈ കാട്ടിനുള്ളിൽ എവിടെയോ അകപ്പെട്ടു പോയിരിക്കുന്നു. ഞാൻ കുറെ നേരമായിട്ട് അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ അവരെ കാണാൻ സാധിക്കുന്നില്ല. അത് ശരി, ഇതായിരുന്നോ കാര്യം? ഇത് പറഞ്ഞുകൊണ്ട് സ്വാമി കുറച്ചു നേരം ധ്യാനത്തിലിരുന്നു. പിന്നീട് കണ്ണു തുറന്ന് അദ്ദേഹം പറഞ്ഞു, ഒരു പെൺകുട്ടിയും ഒരു പയ്യനുമല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? അതെ സ്വാമി. അവർ പ്രേത പിശാചുകളുടെ മുന്നിൽ കുടുങ്ങി സ്വന്തം ജീവൻ ത്യാഗം ചെയ്തിരിക്കുകയാണ്. മകനെ, ഇപ്പോൾ അവരുടെ എല്ലിൻ കഷ്ണങ്ങൾ ആ കുളത്തിൽ പൊങ്ങിക്കിടപ്പുണ്ട്. ഇത് കേട്ടതും അജയ് അത്ഭുതപ്പെട്ടു. പിന്നീട് അവൻ സ്വാമിജിയുടെ അടുത്ത് ആ എല്ലിൻ കഷ്ണങ്ങൾ നിറഞ്ഞ കുളത്തിനെ പറ്റി ചോദിച്ചു. അദ്ദേഹം ആ കുളത്തിന്റെ രഹസ്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അജയ്ക്ക് എല്ലിൻ കഷ്ണങ്ങൾ നിറഞ്ഞ കുളത്തിലുള്ള പിശാചുകളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. പിന്നീട് സ്വാമിജി അവനോട് പറഞ്ഞു, ആ എല്ലിൻ കൂട് കുളത്തിലെ പിശാചും അവന്റെ ഭാര്യയും 2 പേരും 1000 വർഷങ്ങളായി ജനങ്ങളെ കൊന്ന് ആഹാരമാക്കിക്കൊണ്ടിരിക്കുന്നു. ആ പിശാച് വളരെ ശക്തിയുള്ളവനാണ്. പക്ഷെ നിന്റെ ബുദ്ധി സാമർഥ്യത്തിൽ നിനക്കവനെ തോൽപ്പിക്കാൻ സാധിക്കും. എനിക്ക് അത്രയ്ക്കുള്ള കഴിവൊക്കെ ഉണ്ടോ സ്വാമി? തീർച്ചയായും നിനക്കതിനുള്ള കഴിവുണ്ട്. ആ പിശാചിനെ മാത്രമല്ല, അതുപോലെയുള്ള 100 കണക്കിന് പിശാചുകളെ നിനക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. നിന്റെ ഈ ശക്തി കാരണമാണ് നിനക്ക് ആ എല്ലിൻ കഷ്ണങ്ങളുള്ള ഗുഹ കാണുവാൻ സാധിക്കാത്തത് മകനെ. അല്ലെങ്കിൽ എന്താ സ്വാമി? അല്ലെങ്കിൽ ഈ സമയത്ത് നീയും മരിച്ചു പോയേനെ. ഇത് കേട്ട് അതിശയപ്പെട്ടു നിന്ന അജയ് ആ പിശാചുകളെ കൊല്ലാനുള്ള മാർഗം സ്വാമിജിയുടെ അടുത്ത് ചോദിച്ചു. സ്വാമിജി, എന്റെ സുഹൃത്തുക്കളെ കൊന്നതിന് അവരോട് തീർച്ചയായും പകരം വീട്ടിയേ മതിയാകൂ. അതിനുള്ള മാർഗം തീർച്ചയായും എന്നോട് താങ്കൾ പറയണം. മകനെ, ഞാൻ നിനക്കിപ്പോൾ ഒരു മോതിരം തരാം. ആ മോതിരം നിന്റെ കയ്യിൽ ധരിക്കുന്ന സമയത്ത് തന്നെ നിനക്ക് ആ എല്ലിൻ കഷ്ണങ്ങളുള്ള കുളത്തിലേക്ക് പോകാനുള്ള വഴി കണ്ടെത്താനാകും. അങ്ങനെ നിനക്ക് അതിനുള്ളിലേക്ക് കടക്കാനും സാധിക്കും. അതിനുശേഷം എന്ത് സംഭവിക്കും സ്വാമിജി? അതിനുശേഷം ആ പിശാചും അതിന്റെ ഭാര്യയും നിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്നും ഒരു പ്രകാശവലയം പുറത്തേക്ക് വരും. അപ്പോൾ അവരെ 2 പേരെയും അത് എരിച്ച് ചാമ്പലാക്കി കളയും. അങ്ങനെ അവർ ചാമ്പലായതിനു ശേഷം ആ എല്ലിൻ കുളത്തിലുള്ള എല്ലുകളെല്ലാം കത്തി ചാമ്പലായി മാറുന്നതാണ്. അതിനുശേഷം ആ മോതിരം സ്വാമിജിയുടെ അടുത്തു നിന്ന് വാങ്ങിച്ച് അവൻ കയ്യിൽ അണിഞ്ഞു. അത് ധരിച്ച ഉടനെ അവൻ ആ എല്ലിൻ കഷ്ണങ്ങൾ നിറഞ്ഞ ഗുഹ കണ്ണിൽ കാണാൻ തുടങ്ങി. അവൻ ഗുഹയ്ക്കുള്ളിലേക്ക് ഓടിയപ്പോൾ ആ പിശാചും അതിന്റെ ഭാര്യയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവന്റെ നെറ്റിയിൽ നിന്നും അപ്പോൾ വന്ന ആ പ്രകാശം ആ 2 പിശാചുകളെയും കത്തി ചാമ്പലാക്കി കളഞ്ഞു. അതുമാത്രമല്ല, അവിടെയുള്ള എല്ലാ എല്ലിൻ കഷ്ണങ്ങളും കത്തി ചാമ്പലായി. അങ്ങനെ ആ എല്ലിൻ കഷ്ണങ്ങളുള്ള ഗുഹയോടുള്ള പേടി ജനങ്ങൾക്ക് മാഞ്ഞുപോയി.